യൂട്യൂബർമാരും ബ്ലോഗർമാരും ഒക്കെ കോളേജിന്റെ മുന്നിലേക്ക്, അതേ സ്കൂളിന്റെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നത്? നാണം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് കാണുന്നത്. കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അല്ലേ? നിന്റെ സമ്മതം വാങ്ങിക്കൊണ്ട് ഈ നിനക്കിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിന്റെ സമ്മതം വാങ്ങിക്കൊണ്ട് നിന്നോട് സെക്സ് ചോദിച്ചാൽ, അതൊന്നും ഇവിടെ ക്ലിപ്പിട്ട് കേൾപ്പിക്കാനുള്ള സമയമില്ല പ്രിയപ്പെട്ടവരെ. ചോദിക്കുകയാണ് പരസ്യമായി വന്നിട്ട്, നിന്നോട് പരസ്യമായി സെക്സ് ചോദിക്കുന്ന ഒരാൾ, പക്ഷെ നിന്റെ സമ്മതപ്രകാരമാണ്. ഇവിടെ ബലാത്കാരമില്ല. നിന്നെ പിടിച്ച് ബലാത്കാരമായി ആ വൃത്തിയിലേക്ക് കൊണ്ടുപോവുകയില്ല. നിന്റെ സമ്മതമുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ചോദിച്ചാൽ നിന്റെ അഭിപ്രായം എന്താണ്? നൂറുകണക്കിന് ആളുകളോട് ചോദിച്ചിട്ടുണ്ടാകും. ചിലപ്പോ 90% ആളുകളും എതിർത്തിട്ടുണ്ടാവാം. എതിർത്തത് കാണിക്കുകയില്ല. അവിടെ ലക്ഷ്യം വേറെയാണ്. സമൂഹത്തിന്റെ ധാർമ്മികത ഇല്ലാതെയാക്കലാണ്. സമൂഹത്തിൽ നിന്ന് ധാർമ്മികത തല്ലിത്തകർക്കലാണ്. 5 പേരോ 6 പേരോ അതിനനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ എന്ന് പറയുന്നവരെ അതിങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അതിങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്, അതേ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയാണ്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇവിടെ ഇസ്ലാം എന്ന് പറയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ അണ്ടഘടാഹങ്ങളുടെ അധിപനായ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇട്ടുകൊടുക്കുന്ന ഒരു പരാമർശമുണ്ട് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. എന്താണെന്നറിയുമോ? അത് നാണമാണ്, ലജ്ജയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അൽ ഹയാ, ലജ്ജ എന്നത് ലാ യഅതി ഇല്ലാ ബിഖൈർ, ലാ യഅതി ഇല്ലാ ബിഖൈർ, അത് നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. ലജ്ജ ആർക്കുണ്ടോ? നാണം ആർക്കുണ്ടോ? ഇവിടെ ഈ സംസാരം കേൾക്കുന്നവർ, ഓൺലൈനിൽ കേൾക്കുന്നവർ, പുതിയ തലമുറയോട്, പെൺകുട്ടികളോട് പ്രത്യേകിച്ച് നാണം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. എന്തും പറയാൻ, ഏത് വേഷവും സ്വീകരിക്കാൻ, ഏത് കോലവും സ്വീകരിക്കാൻ, ഏത് രൂപവും സ്വീകരിക്കാൻ ഇവരൊക്കെ ഇങ്ങനെയാണ്. മുദ്രാവാക്യം വിളിക്കുന്നവരുടെ കൂടെ അറിഞ്ഞോ അറിയാതെയോ നടന്നു പോകുന്നവർ. മൈ ബോഡി മൈ ചോയ്സ്, ഇതെന്റെ ബോഡിയാണ്, ഇതെന്റെ ചോയ്സ് ആണ്, ഇത് എന്റെ ശരീരമാണ്, അതെങ്ങനെ കൊണ്ടുപോകണമെന്നത് എനിക്കറിയാം. നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ടതില്ല, നിങ്ങൾ എന്നോട് താക്കീത് ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ ക്ലാസുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ ബോഡിയാണ്. അതിനേത് വേഷം വേണം, ഏത് രൂപം വേണം, ഏത് ചെരുപ്പ് വേണം, ഏത് ഡ്രസ് വേണം, ഞങ്ങളുടെ ഇഷ്ടമാണ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അറിഞ്ഞോ അറിയാതെയോ മദ്രസകളിൽ 8ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും വരെ പഠിച്ചു പോയവർ വരെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ കൂടെ നിന്ന് കൊടുക്കുന്ന ദയനീയമായ, ലജ്ജാകരമായ അവസ്ഥ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ കാണുകയാണ്. പ്രവാചകൻ പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു, അൽ ഹയാ ലാ യഅതി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ നിങ്ങൾക്ക് നാണമെന്നത് കൊണ്ടുവരികയില്ല. നാണം മനുഷ്യന്റെ ക്വാളിറ്റിയാണ്, മുസൽമാന്റെ ക്വാളിറ്റിയാണ്, മുസ്ലിമത്തിന്റെ ക്വാളിറ്റിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു, ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, ഓരോ മതത്തിനും അതിന്റേതായ ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. വഖുലുഖുൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ സ്വഭാവ സവിശേഷത അൽ ഹയാ, അത് ലജ്ജയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വളരെ ചിന്തനീയമായ ഒരു വാചകമാണത്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ അത് എടുത്തുദ്ധരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, എല്ലാ മതത്തിനും അതിന്റെ ഒരു സ്വഭാവ സവിശേഷതയുണ്ടാകും, അതിനൊരു മുഖമുദ്രയുണ്ടാകും. ഒരു മതത്തെ വേഗത്തിൽ മനസ്സിലാക്കാൻ അതിനൊരു മുഖമുദ്രയുണ്ടാകും. രാഷ്ട്രീയ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടാകും. എന്നിട്ട് പ്രവാചകൻ പറയാ, വഖുലുഖുൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന റബ്ബിന്റെ മതത്തിന്റെ സ്വഭാവത്തിന്റെ സവിശേഷത അൽ ഹയാ, അത് ലജ്ജയാണ്. ആ ലജ്ജയാണ് ഇന്ന് സമൂഹത്തിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. അതുകൊണ്ട് എത്രയെത്ര പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് അല്ല എല്ലാ ജില്ലകളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, എത്രയെത്ര മുസ്ലിം ചെറുപ്പക്കാരാണ് അവിടെ അടുക്കളയിലെ ചില രംഗങ്ങളെ ലോകത്തെ കാണിച്ച് യൂട്യൂബിൽ ചാനൽ ആരംഭിച്ച് യൂട്യൂബ് ബ്ലോഗറായി ആരെയാണ് മുന്നിൽ നിർത്തുന്നത്? ഭാര്യയാണ് മുന്നിൽ നിർത്തുന്നത്. അവര് പുതിയ ഡ്രസ്സ് വാങ്ങുന്നത്, അവർ പുതിയ ഡ്രസ്സ് മടക്കി വെക്കുന്നത്, അതേ ബെഡ്റൂമിൽ അവർ സംസാരിച്ചിരിക്കുന്നത്, അങ്ങനെ അവർ അലക്കാൻ പോകുന്നത്, അവർ കിച്ചണിന്റെ പിറകുവശത്ത് നിൽക്കുന്നത്, മക്കളുമായി കളിക്കുന്നത് ആര്? സഹോദരിമാർ, ചെറുപ്പക്കാരികളായ സഹോദരിമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊക്കെയോ ഞരമ്പിന്റെ അസുഖമുള്ളവർ അതിന് ലൈക്കടിച്ചു കൊടുക്കും. അതുകൊണ്ട് അവരെ മുന്നിൽ നിർത്തി യൂട്യൂബ് ബ്ലോഗർമാരായി ചില വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ തിരുത്തണം.
തിരുത്തണം. ഇല്ലേ, അത് നാണമില്ലായ്മയാണ്, ലജ്ജ നഷ്ടപ്പെട്ടതാണ്, നാണം നഷ്ടപ്പെട്ടു പോയതാണ്. ഇസ്ലാമിന്റെ മുഖമുദ്രയായ അൽ ഹയാ അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിന്റെ അടയാളമായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്. ഇതിന്റെയൊക്കെ പിന്നണി ഒരു ചില പ്രവർത്തനങ്ങൾ പിന്നിൽ ചില ആളുകൾ ഇങ്ങനെ ബോധപൂർവമുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ നാണം നഷ്ടപ്പെട്ടു പോയാൽ, ഈ ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ ഇവരെ ഏത് റൂട്ടിലേക്കും വലിച്ചാൽ കിട്ടും, ഏത് മേഖലയിലേക്ക് അവരെ ക്ഷണിച്ചാലും കിട്ടും. അതുകൊണ്ട് ആ കുട്ടികൾ കോളേജിൽ നിന്നിറങ്ങുന്ന 18, 19, 20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളോട് യൂട്യൂബ് ബ്ലോഗർമാര് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുടെ കൂട്ടത്തിലാണോ പെൺകുട്ടികളുടെ കൂട്ടത്തിലാണോ ഈ സെക്സ് ഫ്രസ്ട്രേഷൻ ഉള്ളത് എന്ന ചോദ്യത്തിന് അവര് പെൺകുട്ടികളൊക്കെ പറയുന്ന മറുപടി ഒരു പബ്ലിക് വേദിയിൽ പറയാൻ പറ്റുന്ന ഒന്നല്ല. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങൾ കല്യാണം മുന്നിൽ കാണുന്നില്ലേ, വിവാഹം നിങ്ങൾ മുന്നിൽ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ കുട്ടികളുടെ മറുപടി എന്താണെന്നറിയോ? അതൊക്കെ മാതാപിതാക്കളും സമൂഹവും സൊസൈറ്റിയും ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു മതാചാരം മാത്രമാണ്. അതുവരെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അത് മതമടിച്ചേൽപ്പിക്കുന്ന ഒരു സാമൂഹികമായ ആചാരമാണ്. മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാമൂഹികപരമായ മതപരമായ ആചാരമാണ്. ഞങ്ങൾ അതല്ല ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ലിവിങ് ടുഗദർ ആണ് ആഗ്രഹിക്കുന്നത്. വിവാഹം വരെ മാതാവ് കണ്ടെത്തിയാള്, ഉപ്പ കണ്ടെത്തിയാള്. ഇസ്ലാം അവിടെ ഒരു പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നിട്ടില്ല. കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരന് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയാനുള്ള കൃത്യമായ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഒരാണിനോട് ഇന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ഒരാൾക്ക് നിർബന്ധിക്കാൻ അവകാശമില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ എന്നിട്ടും മുസ്ലിമത്തായ പെൺകുട്ടികൾ വരെ പറയുന്ന വാക്കുകളിൽ നമ്മൾ വല്ലാതെ ചിന്തിച്ചു പോവുകയാണ്, അത്ഭുതപ്പെട്ടു പോവുകയാണ്. അത് മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു മതാചാരമാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ലിവിങ് ടുഗദറുകളാണ്, ബെസ്റ്റിയാണ്. തൽക്കാലം വിവാഹം വരെ ഇവനെന്റെ ആത്മമിത്രമായി, സുഹൃത്തായി ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് അന്തി ഉറങ്ങുന്നു. അതിലൊക്കെ എന്ത് കുഴപ്പമാണുള്ളത് എന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദയനീയമായ രംഗമാണ് പുതിയ ലോകത്ത് നമ്മൾ കാണുന്നത്. അവിടെ ഇസ്ലാം മനോഹരമായ വിവാഹത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബ്യൻ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒട്ടകത്തിന്റെ മുക്കുകയർ പിടിച്ച് നടന്നു പോകാൻ അറിഞ്ഞിരുന്ന, ആടുകളെ വെച്ച് ജീവിച്ചിരുന്ന, ഡാർക്ക് ഏജ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ, ഇരുണ്ട യുഗം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ, അല്ലേ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളുള്ള വീടിന്റെ മുന്നിൽ പതാക ഉയർത്തി ഇവിടെ പ്രായപൂർത്തിയെത്തിയ കുട്ടികളുണ്ട് എന്ന് അറിയിച്ച് അവിടേക്ക് യുവാക്കൾ കടന്നു വന്ന്, അതിലൂടെ ഒരു കുട്ടി ജനിച്ചാൽ കടന്നു വന്ന മുഴുവൻ യുവാക്കളെയും ക്ഷണിച്ചു വരുത്തി അതിലെ ഏതൊരാളുടെ മുഖച്ഛായയാണോ ഈ കുട്ടിക്കുള്ളത് എന്ന് നോക്കി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വൃത്തികെട്ട ഒരു സമ്പ്രദായം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം 23 വർഷക്കാലം കൊണ്ട് ആ ഉമ്മത്തിനെ മാറ്റിയെടുത്തത് അള്ളാഹുവിന്റെ ഖുർആനാകുന്ന കലാമു കൊണ്ടാണ്, റബ്ബിന്റെ കലാമു കൊണ്ടാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അത് ഓതിക്കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങേയറ്റത്ത് കിടന്നിരുന്ന സമൂഹത്തെ ഏറ്റവും നല്ല സംസ്കാരത്തിന്റെ ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കാൻ പറ്റുന്ന ആളുകളാക്കി അവരെ വാർത്തെടുത്തത് കേവലം 23 വർഷക്കാലം കൊണ്ടാണ്. മാന്ത്രിക ചെപ്പടി വിദ്യകൾ കൊണ്ടല്ല, അള്ളാഹുവിന്റെ കലാമു കൊണ്ടാണ്, ഖുർആന് കൊണ്ടാണ്, തിരുസുന്നത്ത് കൊണ്ടാണ്. അത് ഇന്നും നിലനിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന മുസ്ലിം ഉമ്മത്തെ, എന്നെ കേൾക്കുന്ന മനുഷ്യരെ, നിന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനുള്ളിലേക്ക് ഈ ഖുർആനിന്റെ എത്രമാത്രം സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്ന് ആലോചിക്കണം. വിവാഹ സമയത്ത്, വിവാഹ രംഗത്ത് ഇവിടെ ഇരിക്കുന്ന പുരുഷാരത്തോട് ഞാൻ ചോദിക്കുകയാണ്, സ്ത്രീ ജനങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെയൊക്കെ കുടുംബത്തിലെ വിവാഹങ്ങൾ, എന്റെ വിഷയത്തെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ്. വിവാഹത്തിൽ പടച്ചവൻ ഇഷ്ടപ്പെടുന്ന ആചാരങ്ങളാണോ നടക്കുന്നത്? കാട്ടിക്കുട്ടലുകൾ നടക്കുന്നുണ്ടോ? കോപ്രായങ്ങൾ നടക്കുന്നുണ്ടോ? ക്രെയിൻ ഉപയോഗിച്ച് മിഠായി കൊടുക്കുകയാണ്. ഒരു മനുഷ്യനും 10 ആൾക്കും പിടിച്ചാൽ പൊന്താത്ത ഉയരത്തിലുള്ള 10 മീറ്റർ ഉയരത്തിലൊക്കെ മിഠായി ഡെക്കറേറ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് ബുർജ് ഖലീഫയുടെ ആകൃതി ഉണ്ടാക്കി, കുത്തബ് മിനാറിന്റെ ആകൃതി ഉണ്ടാക്കി, താജ്മഹലിന്റെ ആകൃതി ഉണ്ടാക്കി, സ്തൂപാകൃതി ഉണ്ടാക്കി, ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പെണ്ണ് കണ്ടുറപ്പിക്കുന്ന ആ രംഗത്ത് വെച്ച് ഒരു മകളുടെ ബാപ്പയുടെ മുന്നിൽ വെച്ച്, ഉമ്മയുടെ മുന്നിൽ വെച്ച് മകളുടെ കയ്യിലേക്ക് കൊടുക്കാൻ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷങ്ങൾ പൊട്ടിച്ച് എറിഞ്ഞ് കോപ്രായങ്ങൾ കാണിക്കുന്നവർ എവിടെ കിട്ടും വിവാഹത്തിന്റെ ബറക്കത്ത്?
എവിടെ കിട്ടും കുടുംബത്തിൽ സമാധാനം? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? പെണ്ണ് കാണാൻ പോകുന്ന ചെറുപ്പക്കാരൻ അവന് മാത്രമല്ല കാണേണ്ടത്, ശരി അവന്റെ ഉമ്മയും പെങ്ങളും ഒക്കെ പോയി കാണട്ടെ, പോരാ എളാപ്പയുടെ മക്കൾ, മുത്താപ്പയുടെ മക്കൾ, അയൽവാസികൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടണം. ശരി, അവരുടെ കയ്യിൽ, ഓരോരുത്തരുടെ കയ്യിൽ 10,000 വില വരുന്ന ഡെക്കറേറ്റ് ചെയ്ത മിഠായികളാണ്. അവർ പോകുന്ന കാറിന് പിറകിൽ ഗുഡ്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ പിക്കപ്പുകളും ഒക്കെ കടന്നു പോവുകയാണ്. ഡെക്കറേറ്റ് ചെയ്ത മിഠായികൾ കൊണ്ട്, കൊറോണ കൊണ്ട് പരീക്ഷിച്ച് പ്രിയപ്പെട്ടവരെ കടന്നുപോയ മനുഷ്യരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ മറന്നുപോയോ? ദൂർത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ, ഗർവിന്റെ, അഹങ്കാരത്തിന്റെ ഒരു മായാലോകത്തിലേക്ക് നടന്നു പോകുന്നുണ്ടോ? ഞാൻ സാന്ദർഭികമായി ചോദിച്ചു എന്ന് മാത്രം. മയ്യത്ത് കട്ടിലിൽ വരെ പുതിയാപ്പിളയെ ഇരുത്തി, പള്ളിയുടെ സൈഡിൽ തൂക്കി വച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലിൽ വരെ പുതിയാപ്പിളയെ ഇരുത്തി കല്യാണത്തിന് കടന്നുപോയ ചിത്രമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നത്, കേട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ തെറ്റിപ്പോകാതിരിക്കാൻ, ദീനിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാതിരിക്കാൻ, ഈ ലിബറൽ വാദികൾ പറയുന്നത് പോലെ, നിരീശ്വരത്വം പ്രകടിപ്പിക്കുന്നവർ പറയുന്നത് പോലെ, അതേ ഫ്രീഡം വേണമെന്ന് പറയുന്നവരെ പോലെ അല്ല. ഇസ്ലാം എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിബന്ധനകളോടുകൂടി നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത്. വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. കാരണമില്ലാതെ കല്യാണം കഴിക്കാതിരിക്കരുത് എന്നതാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത്. കഴിക്കണമെന്നതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തസവ്വജൽ അബ്ദു, ഒരു അടിമ വിവാഹം കഴിക്കുകയാണ്, ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ, അവന്റെ ദീനിന്റെ പകുതി, ഈമാനിന്റെ പകുതി, ദീനിന്റെ പകുതി ആ വിവാഹത്തിലൂടെ അവന് പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് പ്രവാചകനാണ്. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഫീമാ ബഖിയ എന്ന് പറഞ്ഞാൽ പകുതി ദീന് ഒരു വിവാഹത്തിലൂടെ നിന്റെ കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ, നിന്റെ വൈകാരിക തലങ്ങളെ കൺട്രോൾ ചെയ്യാൻ, നിന്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ, നിന്റെ ദീനിൽ പകുതിയോളം നിനക്ക് പിടിച്ചു നിൽക്കാൻ നിന്റെ വിവാഹം ഒരു ഹേതുവാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഈ കോപ്രായങ്ങളിലൂടെയല്ല, കാട്ടിക്കുട്ടലുകളുടെയല്ല, പടച്ചവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആ പെൺകുട്ടിയുടെ വാപ്പയുടെ കൈപിടിച്ചു പറഞ്ഞ ഒരു പ്രതിജ്ഞയുണ്ടല്ലോ, അതിനെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ടല്ല, സമൂഹത്തിന് എത്രയോ അത്ഭുതകരമായ, ആശ്ചര്യഭരിതമായ, നാണം കെടുത്തുന്ന വിധത്തിലുള്ള അത്ഭുതം സമ്മാനിച്ചുകൊണ്ടല്ല. അല്ല പ്രിയപ്പെട്ടവരെ, ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ടാവണം ഈ രംഗത്തൊക്കെ ഞാനും നിങ്ങളും കടന്നു പോവേണ്ടത് എന്നതാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. പോരാ, ഇങ്ങനെ വിവാഹം ആണ് പെണ്ണ്, നമ്മൾ പറഞ്ഞല്ലോ, കേട്ടല്ലോ, ആണെന്ത് പെണ്ണെന്ത് അതൊന്നും വ്യത്യാസമില്ല എന്ന് പറഞ്ഞ് ഇതിൽ നിന്നൊക്കെ മനുഷ്യരകറ്റി നിർത്തുന്ന ചില പ്രവർത്തനങ്ങൾ, ഹിഡൻ അജണ്ടകൾ കരിക്കുലത്തിൽ വരെ കയറി വരുന്നു എന്നതാണ് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ വ്യത്യസ്ത പരിപാടികളിൽ? 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ലിംഗ പദവിയെ കുറിച്ച് പറയുന്ന വാചകം എന്തെന്നറിയുമോ? സാമൂഹിക ഇടപെടലുകളിലൂടെ, സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തി, അങ്ങനെ സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ശക്തിപ്പെടുത്തേണ്ടതാണ് ഏത്? ഈ ലിംഗപദവി, ആണ് പെണ്ണ് എന്നത്. അതുകൊണ്ടാണ് അതിന് ആർജിത പദവി എന്ന് പറയുന്നത് എന്നാണ് 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന്റെ സാരം. അതിന്റെ ഹെഡിങ്ങിൽ തന്നെ പറയുന്നത് എന്താണെന്നറിയുമോ? ആ പാഠപുസ്തകത്തിൽ ആ ചാപ്റ്റർ കൈകാര്യം ചെയ്യുമ്പോൾ പറയുന്നത്, ഒന്ന് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്നാണ് പറയുന്നത്. ഒന്നിങ്ങനെ ആർജിച്ചെടുക്കേണ്ട കഴിവാണ്, ഒന്നിങ്ങനെ ആർജിച്ചെടുക്കുക. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ഇങ്ങനെ 5 വയസ്സായി, 10 ആയി, 18 വയസ്സ് പ്രായപൂർത്തിക്ക് എത്തുമ്പോ ആ കുട്ടി പറയണം, ഞാന് കുറെ കാര്യങ്ങൾ എന്റെ തൊഴിൽ കണ്ടെത്തിയതുപോലെ, ഞാൻ എന്റെ ബിസിനസ് കണ്ടെത്തിയതുപോലെ, ഞാൻ എന്റെ വരുമാന മാർഗം കണ്ടെത്തിയതുപോലെ ഇപ്പോൾ ഞാനൊരു സത്യം കണ്ടെത്തിയിരിക്കുന്നു, ഞാനൊരു പെണ്ണാണ്, ഞാനൊരാണാണ്. അങ്ങനെ ആർജിച്ചെടുക്കേണ്ട കഴിവായി ഒരു ലിംഗ പദവി പോലും കരിക്കുലത്തിൽ കൊണ്ടുവന്ന ഹിഡൻ അജണ്ടകൾ തയ്യാറാക്കി നീരാളി കൈകൾ പ്രവർത്തിച്ച്, എന്തിനാണത്? അവിടെ പിന്നെ ആണ് പെണ്ണ് എന്ന് വ്യത്യാസമില്ല. ഒരു 18 വയസ്സ് വരെ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താ? എന്തിനാ ആൺകുട്ടികൾക്ക് വേറെ ബെഞ്ച്, പെൺകുട്ടികൾക്ക് വേറെ ബെഞ്ച്? അവർ ക്ലാസ്സിൽ ഇങ്ങനെ മിംഗ്ലിംഗ് ആയിരിക്കട്ടെ, ഒരുമിച്ച് ഡാൻസ് ചെയ്യട്ടെ, ഒരുമിച്ച് കളിക്കട്ടെ, ഒരുമിച്ച് ഡാൻസ് ചെയ്യട്ടെ എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഇതിന്റെയൊക്കെ ഭവിഷ്യത്താണ് ഒരു കോളേജിൽ
അതിന്റെ ഒരു മോഡൽ എന്ന നിലയ്ക്ക് തുടങ്ങി വെച്ചത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും വേറെ ടോയ്ലറ്റ് ആവശ്യമില്ല. ആണും പെണ്ണുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മതിൽക്കെട്ടുകളാണ്. അതൊക്കെ പൊളിച്ച് വലിച്ചെറിഞ്ഞ് നമ്മൾ ഇതാ ഒരു പുതിയ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്. ആണിനും പെണ്ണിനും എല്ലാവർക്കും ആരും മടിച്ചു നിൽക്കേണ്ടതില്ല. ആണിനും പെണ്ണിനുമൊക്കെ ഒരേ ലൈനിൽ നിന്നുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകാൻ, അത് ഉപയോഗിക്കുവാൻ പറ്റാവുന്ന വിധത്തിൽ ഇതൊക്കെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.